Miss, Hello. 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 Anushree. Ashwati. Sriraj. hello, Miss. ഓക്കെ അല്ലേ? Hello. പറയടാ, പറഞ്ഞോ. ഇപ്പൊ ഓക്കെ. ഇത്രയും നേരം വോയിസ് ഉണ്ടായില്ല. വോയിസ് ഉണ്ടായില്ല? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഡിസിഷൻ ഇല്ല, ട്രീ. ഇപ്പൊ ഓണായിരുന്നു. ഓക്കെ ഓക്കെ. ഡിസിഷൻ ട്രീ ആണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഡിസിഷൻ ട്രീന്റെ ബേസിക് കൺസെപ്റ്റ് എന്താ? ഇറ്റ്സ് എ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ടു മേക്ക് എ ട്രീ ലൈക്ക് ഹയറാർക്കിക്കൽ മോഡൽ. In that we will decide some of the factors, right? അതിപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മാർക്കറ്റിംഗ് കമ്പനി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റ് പുതിയൊരു ഓഫർ പ്രൊവൈഡ് ചെയ്യാണ് ഫോർ ലാപ്ടോപ്സ് ഓർ കമ്പ്യൂട്ടേഴ്സ്, ആൻഡ് ദേ വാണ്ടഡ് ടു സീ വിച്ച് ഏജ് ഗ്രൂപ്പ്സ് ഓർ വിച്ച് കൈൻഡ് ഓഫ് പീപ്പിൾസ് ആർ ഗോയിങ് ടു ബൈ ദിസ് കമ്പ്യൂട്ടർ ഇൻ ദിസ് സിനാരിയോ. സോ അപ്പോൾ ഇവിടെയുള്ള ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എക്സാമ്പിൾ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഇത് നോക്കി, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട്സ്: ഏജ്, ഇൻകം, സ്റ്റുഡന്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്. According to that, I have to decide whether they are going to buy the computer, yes or no. Okay, so for that I am making for this decision making, I am final class എന്താ ഈ തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഫൈനൽ ഏത് ക്ലാസ്സിലേക്കാണ് എത്തിക്കേണ്ടത്? ഐദർ ബൈസ് കമ്പ്യൂട്ടർ എസ് നോ അല്ലെങ്കിൽ ബൈസ് കമ്പ്യൂട്ടർ നോ എന്ന് പറയുന്ന രണ്ട് ക്ലാസ് ലേബലിലേക്കാണ് എത്തുക. ഫൈനൽ ഡിസിഷൻ അതാണല്ലോ അല്ലേ? നമ്മുടെ ഫൈനൽ ഡിസിഷൻ എന്താ? നമുക്ക് എന്താ അറിയേണ്ടത്? അക്കോർഡിംഗ് ടു ദിസ് വെദർ ദേ ആർ ഗോയിങ് ടു ബൈ ദ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐട്രേറ്റീവ് ഡൈക്കറ്റോമൈസർ അൽഗോരിതം, ID3 അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ദ ബേസിക് കൺസെപ്റ്റ് ഇൻ ദാറ്റ് യു ആർ ഗിവൺ എ ട്രെയിനിങ് സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് ദ അൽഗോരിതം ഫോർ ബിൽഡിംഗ് decision tree performs search in the space of a decision tree, and the construction of decision tree follows a top-down approach, and this algorithm is a greedy algorithm. The fundamental question is, the first question in this algorithm is, while considering all these attributes, which attribute will become the root? Right? അതല്ലേ main question എന്ന് പറയുന്നത്. If you are given with too many attributes, you have to choose the root node. The attribute that best classify the training data, use this attribute at the root of the node. നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട്സിൽ ഏത് ആട്രിബ്യൂട്ട് ആണോ അതിനെ ആ ഡാറ്റാ സെറ്റിനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, that will become the root node. Okay, so in order to choose the root node, we need some of the algorithms, right? അപ്പോൾ നമുക്കിപ്പോൾ ബെസ്റ്റ് ആട്രിബ്യൂട്ട് ഏതാണെന്ന് നമുക്കിപ്പോൾ നോക്കിയാൽ, നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ we cannot decide this one is going to be the best attribute. We cannot say like that, right? So we need a measure to find out the best attribute. So normally we can use any of the algorithm techniques for that. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ID3 അൽഗോരിതം ആണ്. ID3 അൽഗോരിതത്തിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെഷർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെഷറിന്റെ പേരാണ് എൻട്രോപ്പി എന്ന് പറയും. റൈറ്റ്? എന്താണ് എൻട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻട്രോപ്പി ഈസ് ദ എമൗണ്ട് ഓഫ് അൺസർട്ടിനിറ്റി ഇൻ എ ഡാറ്റ സെറ്റ്. അപ്പോൾ എൻട്രോപ്പി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന എക്സാമ്പിളിൽ പോസിറ്റീവ് എക്സാമ്പിൾ ഉണ്ടാവും, നെഗറ്റീവ് എക്സാമ്പിളും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് നോക്കി, നിങ്ങൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഉണ്ടോ? കാണുന്നില്ലേ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? എന്താ ഇവിടെ തന്നിരിക്കുന്നത്? 14 ഡാറ്റ സെറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ 1, 2, 3, 4 ആട്രിബ്യൂട്ട്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്? ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാ? ഔട്ട്ലുക്ക്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്നൊക്കെ കാണുന്നില്ലേ? ഔട്ട്ലുക്ക്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡി, പ്ലേ ടെന്നീസ്. അതാണ് ഫൈനൽ ക്ലാസ്. നമ്മൾ കമ്പ്യൂട്ടർ ബൈ ചെയ്യോ ഇല്ലയോ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഫൈനലി അറിയേണ്ടത് whether they are going to play tennis in this weather.
ഓക്കെ, അപ്പൊ ഇവിടെയുള്ള 4 ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാ? ഔട്ട്ലുക്ക് ഉണ്ട്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡി, പ്ലേറ്റൻനെസ്, അല്ല വിൻഡി. ഇത്രയാണ് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇനി ഔട്ട്ലുക്കിന് വരുന്ന വേരിയൻസ് ഏതൊക്കെയാ? ഔട്ട്ലുക്കിന്റെ വേരിയൻസ് ഏതൊക്കെയാ നോക്കിയേ. നോക്കൂ മക്കളെ, നമുക്ക് തന്നിരിക്കുന്നത് 4 ആട്രിബ്യൂട്ട്സ് ഉള്ളത്. ഔട്ട്ലുക്ക്, രണ്ടാമത്താണ് ടെമ്പറേച്ചർ, മൂന്നാമത്താണ് ഹ്യൂമിഡിറ്റി, നാലാമത്താണ് വിൻഡി. ഈ 4 ആട്രിബ്യൂട്ട്സ് ഉള്ളത്. ഈ 4 ആട്രിബ്യൂട്ട്സ് ഔട്ട്ലുക്കിന് തന്നെ അഗെയിൻ 3 ക്ലാസ്സസ് ഉണ്ട്. സണ്ണി, ഓവർകാസ്റ്റ് ആൻഡ് റെയിനി. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ലെസ് ദാൻ ഏജ് ഗ്രൂപ്പിൽ ഗ്രേറ്റർ ദാൻ 30 ലെസ് ദാൻ 40 ആണെങ്കിൽ അൺമാരീഡ് ആണോ മാരീഡ് ആണോ, അൺമാരീഡ് ആണെങ്കിൽ കിഡ്സ് ഉണ്ടോ കിഡ്സ് ഇല്ലേ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. അതേപോലെ തന്നെ ഒരു നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ വെതർ കണ്ടീഷനിൽ നമ്മൾ ടെന്നീസ് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഔട്ട്ലുക്ക് മെഷർ ചെയ്യും, ടെമ്പറേച്ചർ മെഷർ ചെയ്യും, ഹ്യൂമിഡിറ്റി ആൻഡ് വിൻഡി, ഇത്രയും ക്ലാസ്സസ് മെഷർ ചെയ്തിട്ട് ഇതിൽ ഏത് വാല്യൂ വെച്ചിട്ടാണ്, മീൻസ് ഏതാണ് ഇതിന്റെ റൂട്ടായിട്ട് വരിക, ഇതിൽ ഏത് വെച്ചിട്ടാണ് നമ്മൾ ആ ട്രെയിനിങ് സെറ്റിന് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചറിന് ഏതൊക്കെയുള്ളത് ക്ലാസ്സസ്? ഹോട്ട് ഉണ്ട്, കൂൾ ഉണ്ട്, മൈൽഡ് ഉണ്ട്. അങ്ങനെ 3 ക്ലാസ്സസ്. ഹോട്ട്, കോൾഡ്, മൈൽഡ്. ഹ്യൂമിഡിറ്റി ആണെങ്കിലോ ഹൈ, നോർമൽ, 2 ക്ലാസ്സസ്. വിൻഡി ആണെങ്കിലോ സ്ട്രോങ് ആൻഡ് വീക്ക്, ഈ 2 ക്ലാസ്സസ്. ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അത് നോക്കിയേ, ഔട്ട്ലുക്ക് സണ്ണിയും ടെമ്പറേച്ചർ ഹോട്ടും ഹ്യൂമിഡിറ്റി ഹൈയും വിൻഡി വീക്കും ആണെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു പ്ലേ ദ ടെന്നീസ്. അപ്പോൾ ഈ നോ എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ നെഗറ്റീവ് എക്സാമ്പിൾസ് എന്ന് പറയും. അതായത് ഈ വാല്യൂ നെഗറ്റീവ് അല്ല കിട്ടുന്നത്, നോ എന്നല്ല റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് എക്സാമ്പിൾ, ഓർ സിംപ്ലി ഐ വിൽ റെപ്രസെന്റ് ഇറ്റ് ആസ് എൻ. ഇനി ഇവിടെ എസ് വരുന്നത് എത്രയുണ്ട് കണ്ടോ, എസ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നെഗറ്റീവ് എക്സാമ്പിളും പോസിറ്റീവ് എക്സാമ്പിളും മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന ഡാറ്റയില് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ തന്നിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ടെന്നീസ് പ്ലേസ് എസ് ആണോ ടെന്നീസ് പ്ലേസ് നോ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എസ് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് എക്സാമ്പിൾ എന്ന് പറയും, നോ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സാമ്പിൾ എന്ന് പറയും. ഐ വിൽ റെപ്രസെന്റ് ഇറ്റ് ബൈ യൂസിങ് പി ആൻഡ് എൻ ഹിയർ. ഓക്കെ, ഇനി ഈ എൻട്രോപ്പി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടില്ലേ? ഓക്കെ, എൻട്രോപ്പിന്റെ ഡെഫിനിഷൻ എന്താ? കാൽക്കുലേറ്റ് എൻട്രോപ്പി ഈസ് ദ അൺസർട്ടിനിറ്റി ഇൻ എ ഡാറ്റാബേസ്. അതായത് തന്നിരിക്കുന്ന ഡാറ്റാബേസിന്റെ അൺസർട്ടിനിറ്റി, അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസിന് നമ്മൾ അതിന്റെ ഒരു അൺപ്രെഡിക്റ്റ്നെസ്സിനാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. നോർമലി ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പോസിറ്റീവ് എക്സാമ്പിളും, അതായത് എസും 5 ആണ്, നോ എന്ന് പറയുന്ന എക്സാമ്പിൾ 5 ആണെങ്കിൽ, പോസിറ്റീവ് എക്സാമ്പിളും നെഗറ്റീവ് എക്സാമ്പിളും സെയിം ആണെങ്കിൽ ഇതിന്റെ എൻട്രോപ്പി വാല്യൂ 0 ആയിരിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു കേസിൽ പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ എൻട്രോപ്പി 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു കേസ് നെഗറ്റീവ് എക്സാമ്പിൾ മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ എൻട്രോപ്പിയും 0 ആയിരിക്കും. അപ്പൊ എന്താ ഈ എൻട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് അൺസർട്ടിനിറ്റി ഇൻ എ ഡാറ്റാബേസ്. എന്തിനു വേണ്ടിയിട്ട് ഈ എൻട്രോപ്പി നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ എൻട്രോപ്പി മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണ്ടേ. ഇതിനെ ബെസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു റൂട്ട് നോഡ് കണ്ടുപിടിക്കണ്ടേ. അത് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യണമല്ലോ. ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഈ എൻട്രോപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ എൻട്രോപ്പി നമ്മൾ ശരിക്കും എൻട്രോപ്പി എന്തിനാ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന സാമ്പിൾസിലെ ഹോമോജിനിറ്റി കണ്ടുപിടിക്കാനാണ് ശരിക്കും എൻട്രോപ്പി ഹെൽപ്പ് ചെയ്യുക. ഹോമോജിനിറ്റി എന്ന് വെച്ചാൽ എന്താ? സിമിലാരിറ്റി, റൈറ്റ്? അപ്പൊ കുറേ എക്സാമ്പിൾ തന്നു, എസ് ഉള്ള കുറേ എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ എസ് എന്ന് പറയുന്നതൊക്കെ ഹോമോജീനിയസ് ടൈപ്പ് അല്ലേ. അപ്പൊ അതിന്റെ ഹോമോജിനിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എൻട്രോപ്പി കണ്ടുപിടിക്കുന്നത്. സോ എൻട്രോപ്പി എന്ന് വെച്ചാൽ എന്താ?
Normally, a decision tree is built top down from the root, and we have to partition the data into subsets that contain instances which is having similar values. We will call it as homogeneous items. So ID3 uses entropy to calculate the homogeneity of a sample. So if the sample is completely homogeneous, we can say the entropy is 0. And if the sample is, അതായത് ഇപ്പം നമ്മൾ പറയാണ് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പി മൈനസ് എൻ എന്ന് പറയുമ്പോൾ 0 വരില്ലേ, അതുപോലെ. ഹലോ, ഹലോ, പറഞ്ഞത് ഈ ഇത്ര നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടേമാണ് എൻട്രോപ്പി. ഇപ്പൊ എൻട്രോപ്പി എന്ന് വെച്ചാൽ എന്താ? മെഷർ ഓഫ് അൺസർട്ടനിറ്റി ഇൻ എ ഡാറ്റാബേസ്. എന്താണ് ഇതിന്റെ മീനിങ്? നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾസ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഞാനിപ്പോൾ പറയാണ്, സിമിലർ സാമ്പിൾസിന് എന്ത് ചെയ്യണം? ഞാൻ ഒരു ഗ്രൂപ്പ് ആക്കി വെക്കണം, അടുത്ത സാമ്പിളിനെ അടുത്ത ഗ്രൂപ്പ് ആക്കി വെക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ എൻ്റെ ഡാറ്റാ സെറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാക്കണമെങ്കിൽ സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ ഒരുമിച്ചിട്ടും ഡിസിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ വേറെ ആക്കണ്ടേ? സോ യു ഹാവ് ടു ക്ലാസിഫൈ ഇറ്റ്. So what you have to do, you have to measure the similarity, or I will tell measure of homogeneity, that is known as entropy. ഏതെങ്കിലും ഒരു കേസിൽ എന്താ പറയാ, പോസിറ്റീവ് എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ എൻട്രോപ്പി 0 ആയിരിക്കും. നെഗറ്റീവ് എക്സാമ്പിൾസ് മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ ഇതും 0 ആയിരിക്കും. പിന്നെ ഈക്വൽ ടൈപ്പ് ആണെങ്കിൽ എൻട്രോപ്പി 1 ആയിരിക്കും. നിയർലി ഈക്വൽ ടു 1. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? And if the sample is equally divided, it has entropy value to be 1. Clear? Okay. And നമുക്ക് അൽഗോരിതത്തിലേക്ക് പോകാം. എങ്ങനെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുക? തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്താ ഇക്വേഷൻ? എൻട്രോപ്പി is equal to minus p divided by p plus n log 2 of p by p plus n minus n by p plus n of log 2 of n by p plus n. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ID3ന്റെ സ്റ്റെപ്സ് അതിന് ശേഷം ഞാൻ പറഞ്ഞത്. ID3ന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ദ എൻട്രോപ്പി ഫോർ ദ എൻറ്റയർ ഡാറ്റാ സെറ്റ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ അൽഗോരിതത്തിൽ ഇത് ID3 അൽഗോരിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കാൽക്കുലേറ്റ് ദ എൻട്രോപ്പി ഫോർ ദ എൻറ്റയർ ഡാറ്റാ സെറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതല്ലേ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇനി ഈ അൽഗോരിതത്തിൽ എത്ര പോസിറ്റീവ് എക്സാമ്പിൾസ് ഉണ്ട്? ടോട്ടൽ 14 ഇൻസ്റ്റൻസസ് ഉള്ളത്. 14 1 to 14 കാണുന്നില്ലേ? ഇതിൽ എത്ര എസ് ഉണ്ട് നോക്കിയേ. എസ് എന്ന് പറയുന്നത് എത്ര ഉണ്ട്? എത്ര എസ് ഉണ്ട്? എത്ര എസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ഉണ്ട്? 9. ഓക്കെ, എസ് 9, എൻ എന്ന് പറയുന്നത് 5. ടോട്ടൽ 14 ആണുള്ളത്. ഇതിൽ നോ എന്ന് പറയുന്നത് 1 2 3 4 5. അതാണ് പി ഈക്വൽ ടു 9 n ഈക്വൽ ടു 5 ടോട്ടൽ 14. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്തത്? എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? കാൽക്കുലേറ്റിംഗ് ദ എൻട്രോപ്പി ഫോർ ദ എൻറ്റയർ ഡാറ്റാ സെറ്റ്. ഇത് ഓർമ്മയാണ്, എൻറ്റയർ ഡാറ്റാ സെറ്റ്. അപ്പോൾ എൻറ്റയർ ഡാറ്റാ സെറ്റിൽ ടോട്ടൽ എത്ര പി ഉണ്ട്, എത്ര എൻ ഉണ്ട് നോക്കി. ടോട്ടൽ 14 ഉണ്ട് നമുക്കറിയാം. ഓക്കെ, now we'll move on to the next one. എന്ത് ചെയ്യണം? നമുക്ക് എൻട്രോപ്പി കണ്ടുപിടിക്കണം. എൻട്രോപ്പിന്റെ ഇക്വേഷൻ എന്താ? നേരത്തെ പറഞ്ഞല്ലേ, എൻട്രോപ്പി ഈസ് ഈക്വൽ ടു മൈനസ് പി ബൈ പി പ്ലസ് എൻ.
ഇനി ഇതേ സാധനം ലോഗിലിടുക. log 2 ഓഫ് ഇതിന്റെ ബേസ് 2 ആണ്, ശ്രദ്ധിക്കണം, log 2 ഓഫ് പി ബൈ പി പ്ലസ് എൻ. ഇനി അടുത്തതോ മൈനസ് പി, പി എന്ന് വെച്ചാൽ എന്താ, പോസിറ്റീവ് എക്സാമ്പിൾ. ഇനി ഇതേപോലെ നെഗറ്റീവ് എക്സാമ്പിൾ ചെയ്യുന്നത് എൻ ബൈ പി പ്ലസ് എൻ log 2 ഓഫ് എൻ ബൈ പി പ്ലസ് എൻ. ഈ ഒറ്റ സാധനം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആദ്യം എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൈനസ് ഓഫ് പി ബൈ പി പ്ലസ് എൻ, അതേ സാധനം ലോഗിലിടുക. log 2 ഓഫ് പി ബൈ പി പ്ലസ് എൻ മൈനസ് എൻ ബൈ പി പ്ലസ് എൻ ഇൻറ്റു log 2 ഓഫ് എൻ ബൈ പി പ്ലസ് എൻ. ഓക്കെ, അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോന്നിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. പിന്റെ വാല്യൂ എത്രയാ, പി എത്രയാ കിട്ടിയത്, പി 9ഉം എൻ 5ഉം ആയിരുന്നില്ലേ നമുക്ക് നേരത്തെ കിട്ടിയത് അല്ലേ, പി 9 അല്ലേ, പി 9 എൻ 5. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, മൈനസ് പിന്റെ വാല്യൂ 9 ബൈ 9 പ്ലസ് 5 log 2 ഓഫ് 9 ബൈ 9 പ്ലസ് 5 മൈനസ് 5 ഇൻറ്റു 9 പ്ലസ് 5 ഇൻറ്റു log 2 ഓഫ് 9 ബൈ 5 ബൈ 9 പ്ലസ് 5. ഇതാണ് കിട്ടുക. ഇനി ഇതിന് നിങ്ങൾ log 2 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തേ. 9 ബൈ 9 പ്ലസ് 5 എന്ന് വെച്ചാൽ 14 കിട്ടും. log 2 ഓഫ് 9 ബൈ 14 എന്ന് വെച്ചാൽ എന്താ കിട്ടുക, log 2 ഓഫ് 9 ബൈ 14 ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. log 2 of ഏതൊരു പെർട്ടിക്കുലർ വാല്യൂ ബൈ 15. നിങ്ങൾ തന്നിരിക്കുന്ന വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വാല്യൂൻ്റെ ആണോ കണ്ടുപിടിക്കുന്നത്, ഞാനിപ്പോൾ മിനി വെബ് ടൂൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ബൈ 14ന്റെ വാല്യൂ സെക്കൻഡ് കാൽക്കുലേറ്റർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഹലോ, കാൽക്കുലേറ്റർ ഉണ്ടോ പിള്ളേരെ? കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സ്മാർട്ട് ഇതുണ്ടെങ്കിൽ log ബേസ് 2 നിങ്ങൾക്ക് അതിൽ കാൽക്കുലേറ്റ് ചെയ്യാം, സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ. ഉണ്ടോ, കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ? പറയാൻ പറ്റില്ലേ, കാൽക്കുലേറ്റർ കയ്യിലുണ്ടോ ഇപ്പോൾ? സയന്റിഫിക് കാൽക്കുലേറ്റർ ആരുടെയും കയ്യിലുണ്ടോ? സേസ് ഓർ നോ? എന്നുവെച്ചാൽ ഇങ്ങനെ ഇതിൽ വരുന്ന പ്രോബ്ലംസ് ഇത് തന്നെ ചോദിക്കുക എപ്പോഴും, മീൻസ് ഈ ഒരു ടൈപ്പ് ഡിസിഷൻ ട്രീയിൽ. ഓക്കെ, മൈനസ് ഓഫ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, മൈനസ് 9 ബൈ 14 log 2 ഓഫ് 9 ബൈ 14, 5ന്റെ വാല്യൂ മൈനസ് 5 ബൈ 14 ഇൻറ്റു log 2 ഓഫ് 5 ബൈ 14 എന്ന് കിട്ടും. ആ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.940 എന്നാണ് വാല്യൂ കിട്ടുക. ഒറ്റൊരു സെക്കൻഡേ, നിങ്ങൾക്ക് ഓൺലൈനിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഹലോ, ഇപ്പോൾ 9 ബൈ 14 എന്ന് വെച്ച് കഴിഞ്ഞാൽ
0.642 എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ log 2 കാണുവാണ്. log 2 ഓഫ് 0.642. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലേ? നിങ്ങളുടെ അടുത്ത് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ ബേസ് log 2 ആക്കിയതിന് ശേഷം 9/14 ചെയ്താൽ മതി. ഓക്കെ, ഇത് ഓൺലൈൻ ടൂൾ പ്രോപ്പറായിട്ട്. ഹലോ, കേട്ടല്ലോ? കേട്ടില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? തന്നിരിക്കുന്നതിൽ ഇപ്പൊ നിങ്ങൾക്ക് 9/14 ആണെങ്കിൽ നിങ്ങൾ 9/14 കണ്ടുപിടിക്കുക. എന്നിട്ട് log 2 ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ കിട്ടും വെച്ചാൽ 0.940 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഈ കിട്ടിയിരിക്കുന്ന സാധനം എന്താ? എൻട്രോപ്പി ഓഫ് ദ എൻറ്റയർ ഡാറ്റാ സെറ്റ് എസ്. നമുക്ക് തന്നിരിക്കുന്ന എൻട്രോപ്പിയാണ്. എൻട്രോപ്പി ഓഫ് ദ എൻറ്റയർ ഡാറ്റാ സെറ്റ് എസ് ആണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ്, അൽഗോരിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരും. കമ്പ്യൂട്ട് ദ എൻട്രോപ്പി ഫോർ ദ ഡാറ്റാ സെറ്റ്, ദാറ്റ് ഈസ് എൻട്രോപ്പി എസ്. ഇനി എന്ത് ചെയ്യണം? ഫോർ എവറി ആട്രിബ്യൂട്ട് ഓർ ഫീച്ചേഴ്സ് you have to calculate the entropy for all other values of entropy of A, take average information entropy, calculate gain, pick the highest gain attribute. ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നിരിക്കുന്നതിലുള്ള പ്ലേ ടെന്നീസ് എസ് ഓർ നോ വെച്ചിട്ട് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എക്സാമ്പിൾ വെച്ചിട്ട് അതിന്റെ ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കാൻ മാത്രമാണ് ചെയ്തത്. ഇനി നമുക്ക് എൻ്റെ ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ഉണ്ടെങ്കിൽ എത്ര ആട്രിബ്യൂട്ട് ഉണ്ട് നോക്കിയേ. ഇപ്പോൾ എൻട്രോപ്പി കണ്ടുപിടിച്ചു, ആവറേജ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. അതിനുശേഷം ഗെയിൻ കണ്ടുപിടിക്കാനുള്ളതാണ് എൻട്രോപ്പി മൈനസ് ഐ എഫ് ആട്രിബ്യൂട്ട്. അതെന്താന്ന് പറഞ്ഞത്. ഇവിടെ നോക്കിയേ, നമ്മളിപ്പോൾ പിയും എന്നും വെച്ചിട്ട് എൻ്റെ ഒരു ആട്രിബ്യൂട്ട് സെറ്റിന്റെ എൻട്രോപ്പി കണ്ടുപിടിച്ചു. ഇനി ഓരോ ആട്രിബ്യൂട്ടും നോക്കുക. ഏതാ ഫസ്റ്റിലത്തെ ആട്രിബ്യൂട്ട്? ഏതാ? ഔട്ട്ലുക്ക് എടുക്കാം. റൈറ്റ്, ഔട്ട്ലുക്ക് അല്ലേ ഫസ്റ്റിലത്തെ ആട്രിബ്യൂട്ട്? കൺസിഡർ ഔട്ട്ലുക്ക്. ഔട്ട്ലുക്ക് നോക്കിയേ, ജസ്റ്റ് കൺസിഡർ ദ ആട്രിബ്യൂട്ട് ഔട്ട്ലുക്ക്. ഔട്ട്ലുക്കിന്റെ ഏതൊക്കെ വാല്യൂസാണ് ഉള്ളത്? ഔട്ട്ലുക്കിന് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ടായ ഔട്ട്ലുക്കിന് ഏതൊക്കെയാ 3 ക്ലാസ്സസ് എന്ന്? സണ്ണി, ഓവർകാസ്റ്റ്, റെയിൻ. ഈ 3 ക്ലാസ്സസ് അല്ലേ ഉള്ളത്? നമുക്ക് സണ്ണി, ഓവർകാസ്റ്റ്, റെയിൻ, ഈ 3 ക്ലാസ്സസ് ഉള്ളത്. അപ്പൊ നോക്കിയേ, ഏതൊക്കെ? ഔട്ട്ലുക്ക് സണ്ണി, ഔട്ട്ലുക്ക് റെയിനി, ഔട്ട്ലുക്ക് ഓവർകാസ്റ്റ്. ഈ 3 കൺസിഡർ ചെയ്യും. ഇനി ഈ ഔട്ട്ലുക്ക് റെയിനിന്റെ കേസിലും ഔട്ട്ലുക്ക് സണ്ണിന്റെ കേസിലും ഔട്ട്ലുക്ക് റെയിനിന്റെ കേസിലും ഔട്ട്ലുക്ക് ഓവർകാസ്റ്റിന്റെ കേസിലും എത്ര എക്സാമ്പിൾസ് പ്ലേ ടെന്നീസ് ആണ്, എത്ര എക്സാമ്പിൾ നോ ടെന്നീസ് ആണ് നോക്കാം. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലിങ്ക് ചോദിക്കണേ. അപ്പൊ എന്താ ചെയ്തത്? ഇത് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ടേബിളിൽ ഈ ഒരു വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നോക്കൂ, ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്നത് സണ്ണി. എത്ര സണ്ണി ഉണ്ട്? 1, 2, 3, 4 അല്ലേ ഉള്ളൂ? അല്ല, 5 സണ്ണി എന്ന് പറയുന്നത് 5 എണ്ണം ഉണ്ട്. അതില് എത്ര എസ് എത്ര നോ എന്ന് പറഞ്ഞ്? 1, 2, 3. സണ്ണിയില് നോ എന്ന് പറയുന്നത് 3, എസ് എന്ന് പറയുന്നത് എത്രയോ? എത്ര എസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു? എത്ര എസ് ഉണ്ട് സണ്ണിയില്? ആദ്യം ഞാൻ പറയും പിള്ളേരെ, ഞാൻ ടോട്ടൽ 5 എന്ന് പറഞ്ഞു. എസ് 3 ആണെങ്കിൽ നോ 3 ആണെങ്കിൽ എസ് എത്രയായിരിക്കും? 2. ഇഷ്ടം 2. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. കണ്ടോ?
ഈ ടേബിളില് സണ്ണി എന്ന് പറയുന്നതിൽ സണ്ണിയിൽ എത്ര ഉണ്ട്? 1 2 3 4 5 3 നോയും 2 എസും. ഓക്കെ, അതേപോലെ സെയിം തിങ് കാൽക്കുലേറ്റ് ഫോർ റെയിനി ആൻഡ് ഔട്ട്ലുക്ക്, റെയിനി ആൻഡ് ഓവർകാസ്റ്റ്. ഓക്കെ, ഇനി റെയിനി ഓവർകാസ്റ്റ് എത്ര ഉണ്ടോ നോക്കിയേ നിങ്ങൾ. ഓക്കെ, റെയിനി എത്ര ഉണ്ട്, ഓവർകാസ്റ്റ് എത്ര ഉണ്ട്, നിങ്ങൾ തന്നെ പറ. ടോട്ടൽ എത്ര റെയിനി ഉണ്ട്? നമ്പർ ഓഫ് റെയിനി സാമ്പിൾസ് എത്രയാ? 5. ഓക്കെ, 5ൽ എത്ര എസ്, എത്ര നോ പറ. ഇപ്പൊ ഇങ്ങനെ എഴുതാം, റെയിനി 5, റെയിനിയില് എസ് എത്ര, നോ എത്ര? റെയിനിൽ എത്ര എസ് ഉള്ളത്? 3 എസ് 2 നോയോ. ഇനി അതുപോലെ ഓവർകാസ്റ്റിലാണെങ്കിലോ? ഓവർകാസ്റ്റിൽ ടോട്ടൽ എത്ര സാമ്പിൾ ഉള്ളത്? 1 2 2 3 4 5 ഉണ്ടോ? 4 എണ്ണല്ലേ? ഓവർകാസ്റ്റ് 4 എണ്ണല്ലേ ഉള്ളൂ? ഓവർകാസ്റ്റ് 4. അതിൽ എത്ര എസ്, എത്ര നോ? എസ് 4 എസ്. 4 എസ്. ഓക്കെ, 4 എസ്. നോ ഇല്ല. ഓക്കെ, 0. അപ്പൊ 4 എസ് ആവുന്ന സമയത്ത് എൻട്രോപ്പി എത്രയാ വരിക? 4 എസ് ആവുന്ന സമയത്ത് എൻട്രോപ്പി എത്ര വരിക? പോസിറ്റീവ് എക്സാമ്പിൾസ് മാത്രമാണെങ്കിൽ എൻട്രോപ്പി എന്ന് വെച്ചാൽ എന്താ? സിമിലാരിറ്റി ആണ്. ഓക്കെ, 0. ഗുഡ് ഗുഡ്, 0 0. നോക്കൂ, ഇനി ഈ ടേബിളിൽ എന്താ ചെയ്തിട്ടാ നോക്കി. ഇനി തന്നിരിക്കുന്നതില് ആ തന്നിരിക്കുന്നതിന്റെ ഓവർ സമ്മറിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് കിട്ടിയത് തന്നെ സണ്ണി 2 and 3, സണ്ണി 2 and 3, റെയിനി 5ല് 3 and 2, 3 and 2, ഓവർകാസ്റ്റില് 4 and 0. ഇനി ഇതേ ഇക്വേഷൻ, അതായത് നമുക്കിപ്പോൾ പി വാല്യൂ അറിയാം, എൻ വാല്യൂ അറിയാം. ഇനി ഈ ഇക്വേഷൻ, ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുക? എൻട്രോപ്പി ഓഫ് ഓരോ ആട്രിബ്യൂട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ എൻട്രോപ്പിന്റെ ഇക്വേഷൻ ഇല്ലേ, എൻട്രോപ്പിന്റെ ഇക്വേഷൻ എന്താ? മൈനസ് പി ബൈ പി പ്ലസ് എൻ ഡിവൈഡ് ബൈ ലോഗ് 2 ഓഫ് പി പ്ലസ് എൻ കണ്ടുപിടിച്ചില്ലേ? ഇതേ സാധനങ്ങൾ നമ്മൾ എൻട്രോപ്പി ഓഫ് ഈച്ച് ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നമ്മൾ എന്ത് ചെയ്യുക? എൻട്രോപ്പി ഓഫ് എസിന് പകരം ഞാൻ എഴുതും എൻട്രോപ്പി ഓഫ് സണ്ണി. എൻട്രോപ്പി ഓഫ് സണ്ണി എന്ന് വെച്ചാൽ എന്താ? മൈനസ് പി ബൈ പി പ്ലസ് എൻ ഇൻറ്റു ലോഗ് 2 ഓഫ് പി ബൈ പി പ്ലസ് എൻ എന്നാണ് വരിക. അപ്പോ സണ്ണിയിൽ എത്ര പി ഉണ്ട്? സണ്ണിയിൽ എത്ര പി ഉള്ള നോക്കൂ. സണ്ണിയിൽ എത്ര പി ഉണ്ട്? 2. എൻ എത്രയുണ്ട്? 3. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ വാല്യൂ that is equal to minus 2 by 2 plus 3 into log 2 of 2 by 2 plus 3 minus 3 into 2 plus 3 into log 2 of 3 by 2 plus 3 എന്ന് കിട്ടും. ഇതിനെ കിട്ടിയെന്ന് മനസ്സിലായോ? തന്നിരിക്കുന്ന ഓരോന്നിന്റെയും എൻട്രോപ്പി കണ്ടുപിടിക്കും. ഇനി ഏതിന്റെ ഒക്കെ എൻട്രോപ്പി? എൻട്രോപ്പി ഓഫ് സണ്ണി, എൻട്രോപ്പി ഓഫ് റെയിനി, എൻട്രോപ്പി ഓഫ് ഓവർകാസ്റ്റ്. അതെങ്ങനെ കിട്ടുന്നറിയാലോ? തന്നിരിക്കുന്ന ഇക്വേഷനിൽ പിന്റെ എന്നിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എൻട്രോപ്പി ഇത് ഇങ്ങനെ കിട്ടും. അതിൽ ഇത് മാത്രം 0 ആയിരിക്കും. എന്തുകൊണ്ടാ? ഓൺലി പോസിറ്റീവ് എക്സാമ്പിൾ, സോ എൻട്രോപ്പി വിൽ ബി 0. വൈ എൻട്രോപ്പി ബിക്കം 0? ബിക്കോസ് ഓൺലി പോസിറ്റീവ് എക്സാമ്പിൾസ്. ദാറ്റ് മീൻസ് entire set is homogeneous. So there is no uncertainty. There is no uncertainty means entropy will be 0. Other cases you have to substitute these values in the above example and calculate it. Okay ആയോ? ഈ പറഞ്ഞത് വരെ മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? പറ. ഓക്കെ, അശ്വതി, അമൃത, ഷബ്ന, സർഗ, സൗരഭ്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്ത എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഓക്കെ, അടുത്ത എന്താ?
നമ്മൾ ഔട്ട്ലുക്ക് കണ്ടുപിടിച്ചില്ലേ. ഇനി അതേപോലെ അടുത്ത് എന്ത് ചെയ്യുക, അടുത്ത സാമ്പിൾ നോക്കുക, ടെമ്പറേച്ചർ എടുക്കുക. ടെമ്പറേച്ചറിന് എങ്ങനെ ചെയ്യണം നിങ്ങൾ ചെയ്യൂ ടെമ്പറേച്ചർ. അതായത് ഞാൻ ടെമ്പറേച്ചർ എടുക്കും. ടെമ്പറേച്ചറിന് ഏതൊക്കെയുണ്ട്, ഹോട്ട്, മൈൽഡ്, കോൾഡ്. ഇനി ഹോട്ടിന്റെ പി എത്രയാ, എൻ എത്രയാ നോക്കുക. അതുപോലെ മൈൽഡിന്റെ എത്രയാ നോക്കുക, കോൾഡിന്റെ എത്രയാ നോക്കുക. നിങ്ങൾ എന്താ പറഞ്ഞേ, ഹോട്ടിന്റെ പി വാല്യൂ എത്രയാ നോക്കിയേ. ഹോട്ട് എന്ന് പറയുന്നതിന്റെ പി വാല്യൂ എത്രയാ നോക്ക്. ഹോട്ടിൽ എത്ര പി വാല്യൂ ഉണ്ട് നോക്കിയേ. ഹോട്ടിന് എത്ര പി വാല്യൂ ഉണ്ട് നോക്കിയട്ടെ. ഹോട്ടിന് എത്ര പി വാല്യൂ ഉണ്ട് ഹോട്ടില്. ഹോട്ടിൽ എത്ര പി വാല്യൂ ഉണ്ട്. പി ആൻഡ് എൻ പറ. ഹോട്ടിൽ ഒറ്റന്നേ ഉള്ളൂ. ഹോട്ട് ടോട്ടൽ എത്ര ഉണ്ട്. ടോട്ടൽ ഹോട്ട് എത്രയാ, 3 4 അല്ലേ. യെസ് 4. ഹോട്ട് എന്ന് വെച്ചാൽ 4 ആണ്. അതില് ഒറ്റൊരു പോസിറ്റീവ് എക്സാമ്പിൾ ഉള്ളൂ, ബാക്കിയെല്ലാം നോയാ. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. പി ഹോട്ട് 1 2 ഉണ്ട് അല്ലേ. അപ്പൊ പി വാല്യൂ 2 കിട്ടും, എൻ വാല്യൂ 2. അതേപോലെ കൂളിന് കണ്ടുപിടിക്കും. കൂളിന് എത്രയുണ്ട്, കൂൾ എത്ര സാമ്പിൾ ഉണ്ട്, 1 2 3 4 അല്ലേ ഉള്ളൂ കൂള് അല്ലേ. ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടല്ലോ. നല്ലല്ലേ, നല്ലല്ലേ. അല്ലേടാ നല്ലല്ലേ. എത്ര പി എത്ര എൻ, എത്ര പി 3n1 ആയിരിക്കും അല്ലേ. 3n1 ഓക്കെ. 3p 1n അല്ലേ. ശരി. ഇനി മൈൽഡിനാണെങ്കിലോ, മൈൽഡ് എത്ര സാമ്പിൾ ഉണ്ട്, 1 2 3 4 5 6 ഉണ്ട് അല്ലേ. 6 ഉണ്ട്. ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 കിട്ടുന്നതേ നോക്കണേ. അതില് പി എത്ര, എൻ എത്ര, 4p ആ. ഓക്കെ 4 എൻ എത്രണ്ണോ മൈൽഡില് 2 ഇരിക്കും അല്ലെ. 6 2 ഇരിക്കും. ശരി. അപ്പൊ നമുക്ക് സമ്മറി കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതുപോലെ ഒരു ടേബിളിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ ടേബിൾ എടുത്തിട്ടേ ഇതുപോലെ, ഹലോ, ഇതുപോലെ നിങ്ങൾ ഹോട്ട് എഴുതുക, കൂൾ എഴുതുക, മൈൽഡ് എന്ന് എഴുതുക. എന്നിട്ട് നമ്പർ ഓഫ് പി, നമ്പർ ഓഫ് എൻ എന്ന് എഴുതുക. ഓരോന്നിൻ്റെയും വാല്യൂ. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് 2 2 എന്നിട്ടില്ലേ ഹോട്ടിന്റെ കേസിന്, 2 and 2. കൂളിന്റെ കേസിലാണെങ്കിൽ 3 and 1 4 and 2. ഇതുപോലെ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എൻട്രോപ്പി, മൈനസ് പി ബൈ പി പ്ലസ് എൻ ഇൻറ്റു log 2 ഓഫ് പി പ്ലസ് എൻ, ആ ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏതിൻ്റെ എല്ലാം കണ്ടുപിടിക്കുക, നമ്മൾ തന്നിരിക്കുന്ന 4 എണ്ണത്തിനെയും കണ്ടുപിടിക്കുക. നമുക്ക് തന്നിരിക്കുന്ന 4 ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാ, ഏതൊക്കെയാ 4 ആട്രിബ്യൂട്ട്സ്, ഔട്ട്ലുക്ക് ആയി, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് വിൻഡി. ഈ 4 എണ്ണം നാളത്തേക്ക് കണ്ടുപിടിക്കുമോ നിങ്ങൾ. ഓക്കെ, ഇപ്പം നിങ്ങൾ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞില്ല, ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ബാക്കി എന്താ ചെയ്യണമെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓ, നിങ്ങൾക്ക് നാളെ എക്സാം ആണ് അല്ലേ. ഓക്കെ, എക്സാം കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച് ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതുവരെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ അല്ലേ, ശരി. അപ്പോൾ ഒന്ന് പെട്ടെന്ന് സാർ 10 20 അല്ലേ. അഭിലാഷ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, അതുൽ ദിനേശ് ഇല്ല, അതുൽ സത്യപാൽ, ഓക്കെ, ഫെബിന, ഫജർ ഇല്ല, ഇതൊരു ആപ്ഷനാ. ഓക്കെ, ആപ്ഷൻ തന്നെ. അടുത്ത ആള് ജാസിം ഉണ്ടോ? ജാസിം,
ജാസ്മിൻ. മിഥിലാഷ്, മൃദുല, മുഹമ്മദ് ജാസിൽ, റമീഷ്, ശരത്, സർഗ, ഷബ്ന, സൗരഭ്, ശ്രീരാജ്, സുബിൻ രാജ് ഇല്ല, സുബിൻ രാജ് ആബ്സെന്റ്. സുബിൻ ഉണ്ടോ? ശ്രീരാജ്. ശ്രീരാജ് ഉണ്ട്. ഓക്കെ, സുബിൻ രാജ് ഇല്ലല്ലോ. ഇല്ല. വിഷ്ണു, അമൃത, അശ്വതി, ദിദിന, ഹരിത, അമൽ സന്തോഷ്. ഓക്കെ 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 3 മിനിറ്റ് ഞാൻ എക്സ്ട്രാ എടുത്തു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നാളത്തേക്ക് സീരീസിന് വേണ്ടി സീരീസ്